ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് 25,000 രൂപ ആശ്വാസ നിധി നൽകണമെന്ന് SDPI സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ പറഞ്ഞു. തൊഴിലാളികൾക്കായി തീരദേശ നയം പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. കാലവർഷം ശക്തമാവുമ്പോൾ തീരദേശ ജനങ്ങളുടെ ജീവിതവും ഉപജീവനവും പ്രതിസന്ധിയിലാവുകയാണ്. ഈ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശത്തുള്ളവരുടെയും ജീവിത സുരക്ഷയും സാമൂഹിക ക്ഷേമവും ഉറപ്പുവരുത്താനായി സമഗ്രമായ തീരദേശ നയം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കണമെന്ന് കൃഷ്ണൻ എരഞ്ഞിക്കൽ പറഞ്ഞു. ട്രോളിംഗ് സമയത്ത് പൊതുവെ മത്സ്യബന്ധന മേഖല പ്രതിസന്ധിയിലാണ്. പക്ഷെ ഈ ഒരു ടൈമില് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഒരു 1,000 രൂപ എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരിക്കുന്നത് പോലും കിട്ടാത്തൊരു സാഹചര്യമാണ്. മാത്രമല്ല, മലപ്പുറം ജില്ലയുടെയൊക്കെ പല ഭാഗങ്ങളിലും തീരദേശ മേഖല കടലെടുക്കുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട്. പൊന്നാനി പോലുള്ള പ്രദേശങ്ങളിലടക്കം അത്തരം മേഖലകളിലൊക്കെ തീരദേശത്ത് താമസിക്കുന്ന ആളുകളെ അവിടുന്ന് മാറി താമസിക്കേണ്ട ഒരവസ്ഥ ആ മേഖലയിലുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ അവർക്ക് വീട് സൗകര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തത് ഇന്ന് അത് താമസിക്കാൻ യോഗ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ഈ തീരദേശ മേഖലയിൽ പ്രത്യേകിച്ചും മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഈ ട്രോളിംഗ് സമയത്ത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ അവർക്ക് സർക്കാർ കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. ഇപ്പൊ റേഷൻ പോലും കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് ആ മേഖലയിൽ കിട്ടിയിട്ടുള്ള വിവരം. അതായത് ഈ ട്രോളിംഗ് സമയത്ത് അവർക്ക് റേഷൻ സംവിധാനമുണ്ട്, പക്ഷെ ഇതുപോലും കിട്ടിയിട്ടില്ല. തീരദേശ നിയമം ഉള്ളതിനാൽ പുറമ്പോക്കുകളിലും മറ്റും അഭയം തേടി കഴിയുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിക്കുകയോ അനുയോജ്യമായ പുനരധിവാസ പദ്ധതി ഒരുക്കുകയോ വേണം. മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന പദ്ധതി ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. SDPI ജില്ലാ ഉപാധ്യക്ഷൻ അരീക്കൻ ബീരാൻകുട്ടിയും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. Defining beauty, transforming generation. KMT Silks, പെരിന്തൽമണ്ണ and Kottakkal.